ഹലോ എവ്രിവൺ, വെൽക്കം ടു UPSC ഫ്രീ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തുള്ള പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. പൊളിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം കോസ്റ്റ് ബെനിഫിറ്റ് ഉള്ള ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പൊളിറ്റി. അപ്പം അതിൽ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പം നമ്മളൊരു നോർമലി ഒരു ബുക്ക് എടുക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ ഒരു എസൻസ് ആയിരിക്കും ഈ പ്രിയാമ്പിളിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ ഒരു സമ്മറി, അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊത്തം ഒരു എസൻസ് ആയിരിക്കും പ്രിയാമ്പിളിനകത്ത് ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പ്രിയാമ്പിൾ വന്നിട്ടുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കാണുന്നത്. പിന്നീട് ഇന്ത്യയും അത് ഫോളോ ചെയ്യായിരുന്നു. പ്രിയാമ്പിളിനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ എന്നോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിഫൈസ് എന്നോ ഒക്കെ പറയാം, അല്ലെങ്കിൽ സമ്മറി, കോൺസ്റ്റിറ്റ്യൂഷന്റെ എസൻസ് എന്താണ് എന്നും നമ്മൾ പ്രിയാമ്പിളിനെ പറയാറുണ്ട്. പിന്നെ അതിനെപ്പറ്റി പല ജൂറിസ്റ്റുകളും എമിനന്റ് ആയിട്ടുള്ള പേഴ്സൺസും പല ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ NA പാൽക്കിവാല എമിനന്റ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡന്റിറ്റി കാർഡാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നതാണ്. അപ്പൊ പ്രിയാമ്പിൾ വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ഒരിക്കൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വെച്ചിട്ടാണ് 1976 ആ ഒരു അമെൻമെന്റ് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രിയാമ്പിളിനകത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി ഇങ്ങനെ 3 വേർഡ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ 3 വേർഡ്സ് ആഡ് ചെയ്തതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുമ്പ് UPSC ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി പ്രിയാമ്പിളിന്റെ ഇതിനകത്ത് വരുന്ന ഓരോ വേർഡും, ഇതിനകത്തുള്ള ഓരോ വേർഡിന്റെ മീനിങ്ങും സെന്റൻസും എല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഏതൊക്കെ വേർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. So, preamble, we, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ സുപ്രീം അതോറിറ്റി വരുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. പിന്നെ ഇന്ത്യയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് സോവറീൻ ആണ്, പരമാധികാരമുണ്ട്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലാർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഈ 5 വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെയുള്ള സിറ്റിസൺസിന് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം? ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിന് തന്നെ 3 ആംഗിൾ ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്. ലിബർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, എക്സ്പ്രഷൻ ഉള്ളൊരു ലിബർട്ടി ഉണ്ട്, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പിനുള്ളൊരു ലിബർട്ടി ഉണ്ട്, ഇക്വാലിറ്റി വേണം, സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി കൂടാതെ നമ്മുടെ നേഷന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി കൂടി ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാണ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്ത് ഒരു ഡേറ്റ്, ഇതിനകത്ത് പറയുന്ന പ്രിയാമ്പിളിനകത്ത് ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റും പഠിക്കാം. അത് 26th day November 1949 ആണ്. ആ ദിവസം ആണ് ഇനാക്ട് ചെയ്ത് പ്രിയാമ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വേർഡ്സുകളെ പറ്റി പറയുന്നുണ്ട്. പീപ്പിൾ ഓഫ് ഇന്ത്യ, സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. പിന്നെ ഒരു ഡേറ്റിനെ പറ്റി പറയുന്നുണ്ട്. അത് 26th November 1949 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കൂടി പ്രിയാമ്പിളിനകത്ത് പറയുന്നുണ്ട്. ഇത് എല്ലാ വേർഡ്സും എല്ലാ സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പ്രിയാമ്പിളിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്? അപ്പൊ ആദ്യം പ്രിയാമ്പിൾ തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആരാണ് ഏറ്റവും എല്ലാത്തിൻ്റെയും ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ്. സോഴ്സ് ഓഫ് അതോറിറ്റി പീപ്പിൾ ഓഫ് ഇന്ത്യ ആണെന്ന് പ്രിയാമ്പിളിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വരുന്ന 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പോളിറ്റി. അത് ഇന്ത്യയുടെ ഒരു നേച്ചർ, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഒരു നേച്ചറാണ് ഈ 5 കാര്യങ്ങളിലൂടെ പറയുന്നത്. അത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ജസ്റ്റിസ്, നീതി വേണം, ലിബർട്ടി,
സ്വാതന്ത്ര്യം വേണം, ഇക്വാലിറ്റി വേണം, തുല്യത വേണം, ഫ്രറ്റേണിറ്റി വേണം. പിന്നെ ഇതിന്റെ ഒരു ഡേറ്റ് ഓഫ് അഡോപ്ഷനെ പറ്റിയിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. November 26, 1949 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രയാമ്പിളിനകത്തുള്ള ഓരോ കീവേഡിന്റെയും എക്സ്പ്ലനേഷൻ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സോവറീൻ ആണ്. സോവറീൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വേറൊരു നേഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുമില്ല, നമ്മൾ വേറൊരു നേഷന്റെ ഡൊമീനിയനും അല്ല, നമുക്ക് മുകളിലായിട്ടൊരു അതോറിറ്റിയും ഇല്ല. ഇന്ത്യയുടെ ഇന്റേണൽ അഫയേഴ്സ് ആണെങ്കിലും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ആണെങ്കിലും നമുക്കത് ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. 1949 കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ ഫുൾ മെമ്പർഷിപ്പ് അന്ന് ഇന്ത്യ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ പോലും ആ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്ലറേഷൻ ഒരിക്കലും ഒരു രീതിയിലും ഇന്ത്യയുടെ സോവറിനിറ്റിയെ അഫക്ട് ചെയ്യുന്നില്ല. സിമിലർലി ഇന്ത്യ UNOയിലെ മെമ്പറാണ്, ആ മെമ്പർഷിപ്പും സോവറിനിറ്റി ഒരിക്കലും ലിമിറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇന്ത്യക്ക് വേണമെങ്കിൽ വേറൊരു ഫോറിൻ ടെറിട്ടറി അക്യൂർ ചെയ്യാം, വേണമെങ്കിൽ കുറച്ച് ഭാഗം വിട്ടുകൊടുക്കാം. അപ്പൊ ഇതെല്ലാം ഇന്ത്യയുടെ ഒരു സോവറിൻ ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കീവേഡ് സോഷ്യലിസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976 വന്നപ്പോൾ നമ്മൾ പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്തു. അങ്ങനെ അമെൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 3 വേർഡ്സ് ആഡ് ചെയ്തു: സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. അങ്ങനെ ആഡ് ചെയ്തൊരു വേർഡാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത് സോഷ്യലിസ്റ്റ് കണ്ടന്റ് ഉണ്ട്. ആ സോഷ്യലിസ്റ്റ് കണ്ടന്റ് കിടക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. അപ്പൊ അതിനകത്ത് ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വിമൻ പറയുന്നുണ്ട്. അതുപോലെ ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ചൈൽഡിന് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നേച്ചർ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് കണ്ടന്റ് ഓൾറെഡി തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP എന്ന് പറയുന്നത് തന്നെ ഒരു ചാപ്റ്റർ ആണ്, അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അത് കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സോഷ്യലിസമോ അല്ല. കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഒരു നാഷണലൈസേഷൻ ആയിരിക്കും എല്ലായിടത്തും കാണുന്നത്. അവിടെ ഒരു പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അവിടെ കാണില്ല, എല്ലാം നാഷണലൈസ്ഡ് ആയിരിക്കും. പക്ഷേ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു മിക്സഡ് എക്കോണമിയാണ്. കാരണം ഇവിടെ പബ്ലിക് പ്ലെയേഴ്സും ഉണ്ട്, പ്രൈവറ്റ് പ്ലെയേഴ്സും ഉണ്ട്, രണ്ടും കൂടെ നിൽക്കുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്, കുറെ കാര്യങ്ങൾ പബ്ലിക് സെക്ടറിലാണ് ഇരിക്കുന്നത്, പ്രൈവറ്റ് കമ്പനീസും നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. അപ്പൊ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിന്റെ എയിം എന്ന് പറയുന്നത് പോവേർട്ടി, ഇഗ്നോറൻസ്, ഇൻഇക്വാലിറ്റി ഇതെല്ലാം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1991 നമുക്കറിയാം ന്യൂ എക്കണോമിക് പോളിസി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് LPG റീഫോംസ് വന്നിട്ടുണ്ട്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ റീഫോംസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ സോഷ്യലിസ്റ്റ് ക്രിഡൻഷ്യൽസ് ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മിക്സഡ് എക്കോണമിയാണ്. ഇവിടെ പബ്ലിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും ഉണ്ട്, പ്രൈവറ്റ് പ്ലേയേഴ്സും പല സെക്ടേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി വരുന്നത് സെക്യുലർ കണ്ടന്റ് ആണ്. 3 വേർഡ്സ് ആണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ആണ്. അപ്പൊ 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെ ഭാഗമായിട്ടാണ് സെക്യുലർ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുള്ളത്. അപ്പൊ സുപ്രീം കോർട്ട് 1974 തന്നെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 25 തൊട്ട് ആർട്ടിക്കിൾ 28 വരെ. ഈ ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ വരുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്താണ് വരുന്നത്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഈ 25 തൊട്ട് 26, 27, 28 ഇത്രയും ആർട്ടിക്കിൾസിനകത്ത് ഫ്രീഡം ഓഫ് റിലീജിയനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന സെക്യുലർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ആണ്. പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം എന്ന് പറയുമ്പോൾ എല്ലാ റിലീജിയൻസിനും അതിന്റെ സ്ട്രെങ്ത് എന്ത് തന്നെ ആയിരുന്നാലും അതിന് ഒരേ സ്റ്റാറ്റസും സപ്പോർട്ടും ആയിരിക്കും സ്റ്റേറ്റിൽ നിന്നും കിട്ടേണ്ടത്. ഇനി ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ പോപ്പുലർ സോവറിനിറ്റി ആണ്. ഡെമോക്രസി 2 ടൈപ്സ് ആണ്. ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പോപ്പുലർ സോവറിനിറ്റി ആണ്. മെയിൻ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് തന്നെ ജനങ്ങളാണ്. ഡെമോക്രസി 2 ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് ഡെമോക്രസിയും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസിയും വരുന്നുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസി വരുമ്പോൾ ജനങ്ങളിലാണ് അധികാരം ഇരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്വിറ്റ്സർലാൻഡ് പറയാം. അപ്പൊ ഡയറക്റ്റ് ഡെമോക്രസിക്ക് അകത്ത് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് റെഫറൻഡം വരുന്നുണ്ട്, ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്, റീകോള് വരുന്നുണ്ട്, പ്ലെബിസിറ്റ്. ഇതെല്ലാം ന്യൂസിൽ കൂടുതലായിട്ട് കാണുന്ന ഡിവൈസസുകളാണ്. അത് ഡയറക്റ്റ് ഡെമോക്രസിയാണ്. അവിടെ ജനങ്ങൾ തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലേക്ക് വരുമ്പോൾ ജനങ്ങളാൽ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും.
നമുക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റീവ്സുകളായിരിക്കും ഈ പറയുന്ന ഡിസിഷൻസ് എടുക്കുന്നത്. അവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് കൂടെ വരുന്നത് കൊണ്ട് നമുക്കതിനെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയാം. ഇൻഡയറക്റ്റ് ഡെമോക്രസിക്ക് അകത്ത് തന്നെ വരുന്ന രണ്ട് തരത്തിലുള്ളതാണ് പാർലമെന്ററിയും പ്രസിഡൻഷ്യലും. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസി ആണ്. കാരണം ഇവിടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിനോട് റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആണ്. അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടാം. അത് 0 അവറിന്റെ ടേംസിലും അഡ്ജോൺമെന്റ് മോഷന്റെ ഒക്കെ ടേംസിൽ അവിടെ ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഇന്ത്യൻ പൊളിറ്റിയിലെ ഒരു ഡെമോക്രാറ്റിക് ക്യാരക്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ട്, 18 ഇയേഴ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വോട്ട് ചെയ്യാം, പീരിയോഡിക് ആയിട്ട് ഇലക്ഷൻസ് നടത്തുന്നുണ്ട്, നമുക്ക് റൂൾ ഓഫ് ലോ വരുന്നുണ്ട്, നിയമങ്ങളുണ്ട്, ജുഡീഷ്യറിക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഡെമോക്രാറ്റിക് ക്യാരക്ടറിനെ ആണ്. ഇനി ഡെമോക്രസി എന്ന് പറയുമ്പം അത് ഒരു പൊളിറ്റിക്കൽ ആംഗിൾ മാത്രം അല്ല, അതിനൊരു സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആംഗിൾ കൂടിയുണ്ട്. 1949 അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് ഒരിക്കലും ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല സോഷ്യൽ ഡെമോക്രസി ഇല്ലാത്തിടത്തോളം കാലം. സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും ഒക്കെ ഉള്ളൊരു വേ ഓഫ് ലൈഫാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ടേംസ് ആണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഇത് മൂന്നിനെ നമുക്കൊരു യൂണിയൻ ഓഫ് ട്രിനിറ്റി ആയിട്ട് പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് ട്രിനിറ്റി ആണ്. ഇപ്പം ഇക്വാലിറ്റി ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ കുറച്ചു പേർക്ക് മാത്രം ലിബർട്ടി കിട്ടുന്നു. അപ്പം അവര് മാത്രം ഒരു ഡോമിനന്റ് ലെവലിലോട്ട് വരികയും ബാക്കി കുറച്ചു പേര് താഴെ നിൽക്കുകയും ചെയ്യും. ഇനി അതേസമയം ഇക്വാലിറ്റി ഉണ്ട്, ലിബർട്ടി ഇല്ല എങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കും. അപ്പൊ അവിടെ ഒരു ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് ഉണ്ടാവില്ല. അപ്പൊ മൂന്നും കൂടെ ഒരുമിച്ച് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പർപ്പസ് ഫോർ ദ യൂണിയൻ ഓഫ് ട്രിനിറ്റി. ദ നെക്സ്റ്റ് കീവേഡ് ഇസ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് പൊളിറ്റി 2 കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. റിപ്പബ്ലിക്കും വരുന്നുണ്ട്, മൊണാർക്കിയും വരുന്നുണ്ട്. മൊണാർക്കി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഹെഡ് എന്ന് പറയുന്നത് കിങ്ങോ ക്യൂണോ ഒക്കെ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബ്രിട്ടൻ പറയാം. അതേസമയം റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ അവിടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇലക്റ്റഡ് ആയിരിക്കും. ഒന്നുകിൽ ഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കാം. ഒരു ഫിക്സഡ് പീരീഡിലേക്കായിരിക്കും ഇലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് USA പറയാം. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലും പ്രസിഡന്റിനെ നമ്മൾ ഇലക്ട് ആണ് ചെയ്യുന്നത്, ഇൻഡയറക്ട്ലി ആണ് ഇലക്ട് ചെയ്യുന്നത്, 5 വർഷത്തേക്കാണ് ഇലക്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് കീവേഡ് ജസ്റ്റിസ്. ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കീവേഡ് 1917 റഷ്യൻ റവല്യൂഷനിൽ നിന്നുമാണ് ഈ സാമൂഹിക നീതി മാത്രമല്ല, ജസ്റ്റിസിന് തന്നെ 3 ആംഗിൾ ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്, എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒരാളോട് ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാ സിറ്റിസൺസിനെയും ഈക്വൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സെക്ഷന് ഒരു പ്രിവിലേജ് ഉണ്ടാവാനായിട്ട് പാടില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാക്ക്വേർഡ് ക്ലാസസിന്റെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണം. അപ്പോഴാണ് അത് സോഷ്യൽ ജസ്റ്റിസ് ഫുൾഫിൽ ആവുന്നത്. എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സിന്റെ ബേസിസിൽ നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ നിലനിൽക്കുന്ന ഇൻഇക്വാലിറ്റീസ്, അത് വെൽത്തിന്റെ ടേംസിലാവാം, ചിലരുടെ ഇൻകത്തിന്റെ ടേംസിലാവാം, പ്രോപ്പർട്ടിയുടെ ടേംസിലാവാം, അങ്ങനെയുള്ള ഇൻഇക്വാലിറ്റീസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക് ജസ്റ്റിസിനകത്ത് പറയുന്നത്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുമ്പം എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ്, വോട്ട് ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ ഇലക്ഷൻസിൽ കണ്ടക്ട് ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓഫീസിലേക്കുള്ള ആക്സസ്, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് വഴിയാണ്. ഇനി നെക്സ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് ലിബർട്ടി ആണ്. അപ്പം പ്രിയാമ്പിളിന്റെ അകത്ത് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ആണ്. ഇത്രയും ഇതിനകത്തുള്ള ഓരോ കീവേഡും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനൊക്കെയുള്ള ലിബർട്ടി ആണ്? നമുക്ക് ചിന്തിക്കാനുള്ള ലിബർട്ടി ഉണ്ട്, എക്സ്പ്രസ് ചെയ്യാനുള്ള ലിബർട്ടി ഉണ്ട്, ബിലീഫ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, വർഷിപ്പ് ഉണ്ട്. ലിബർട്ടി എന്ന് പറയുന്നത് അബ്സൊല്യൂട്ട് അല്ല, പക്ഷെ അത് ക്വാളിഫൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പൂർണ്ണമായിട്ട് എന്തിനുമുള്ളൊരു സ്വാതന്ത്ര്യമല്ല, ചില റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാത്തിലും ഉണ്ടായിരിക്കും. ഐഡിയ ഓഫ് ലിബർട്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നാണ് ലിബർട്ടി എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നിട്ടുള്ളത്. അപ്പൊ ലിബർട്ടി എന്ന് പറയുന്നത് ഒരു ലൈസൻസ് അല്ല, എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല, അവിടെ റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഇനി ഇക്വാലിറ്റിയിലേക്ക് വരുമ്പോൾ
ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിവിലേജ് ഇല്ല. എല്ലാവരും തുല്യമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇക്വാലിറ്റിക്ക് നമുക്ക് 3 ഡയമെൻഷൻസ് ഉണ്ട്. സിവിക് ഇക്വാലിറ്റി നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നാണ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് വരുന്ന ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 17 പറയുന്നത് അൺടച്ചബിലിറ്റി പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 18 അകത്ത് ടൈറ്റിൽസ് അബോളിഷൻ ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പം രാജ അങ്ങനെയൊക്കെ ഉള്ള ടൈറ്റിൽസ് അബോളിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ആവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റിനകത്ത് വരുന്നത് ഇപ്പം എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർട്ടിക്കിൾ 325 നമ്മൾ ഇലക്ട്രൽ റോളിൽ നമ്മുടെ പേരുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ്. എക്കണോമിക് ഇൻഇക്വാലിറ്റി അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതിനകത്ത് ആർട്ടിക്കിൾ 39 എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇക്വാലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത്. ഫ്രറ്റേണിറ്റി സെൻസ് ഓഫ് ബ്രദർഹുഡ് ആണ്. അത് നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടിക്ക് അകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത് ആർട്ടിക്കിൾ 51A അപ്പൊ ഫ്രറ്റേണിറ്റി എന്ന് പറയുമ്പോൾ അതിന് തന്നെ 2 ആംഗിൾ ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ ആംഗിളിലും വി ഹാവ് ടു തിങ്ക്, പിന്നെ ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി അഷ്യൂർ ചെയ്യുക എന്ന് പറയുന്നതും ഫ്രറ്റേണിറ്റിക്ക് അകത്ത് വരുന്നുണ്ട്. അതേസമയം രാജ്യത്തിന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിയും ഫ്രറ്റേണിറ്റിയുടെ ഇതിൽ വരുന്നതാണ്. ഇനി പ്രിയാമ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല പല കേസസുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ടൊരു കേസ് വരുന്നത് ബെരുബാരി യൂണിയൻ കേസാണ് 1960. ആ കേസിൽ പറഞ്ഞത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ല എന്നുള്ളതാണ്. പക്ഷെ 1973 കേശവാനന്ദ ഭാരതി കേസ് വരുമ്പോൾ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. വീണ്ടും 1995 LIC ഓഫ് ഇന്ത്യ കേസ് വന്നപ്പോഴും പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ 2 കാര്യങ്ങൾ നോക്കേണ്ടത്. ഒന്ന്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിന് ഒരു പവർ കൊടുക്കുന്ന ഒരു സോഴ്സുമല്ല, എന്നാൽ അത് ലെജിസ്ലേച്ചറിന്റെ പവറിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുമില്ല. പിന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റിസബിൾ ആണ്. നമുക്കിത് എൻഷുർ ചെയ്യാൻ വേണ്ടി കോർട്ടിലേക്ക് പോവാനായിട്ടും സാധിക്കില്ല. ഈ 2 ഭാഗത്ത് നിന്നും മുമ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ദീസ് 2 things are important. Preamble is neither a source of power to the legislature nor prohibit the power of legislature. പിന്നെ ഇത് നോൺ നമുക്ക് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ അമെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ സുപ്രീം കോർട്ട് തന്നെ പല പല കേസുകളിലായിട്ട് ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, അത് ഒരു ബേസിക് സ്ട്രക്ചറാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറാണ്. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സുപ്രമസി ഉണ്ട്, അതെല്ലാം ബേസിക് സ്ട്രക്ചറിനകത്ത് വരുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യാതെ നമുക്ക് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അമെൻഡ് ചെയ്തിട്ടും ഉണ്ട്. അത് ഒരിക്കൽ മാത്രമാണ് ഇതുവരെയും അമെൻഡ് ചെയ്തിട്ടുള്ളത്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1976 ഭാഗമായിട്ട് അങ്ങനെ 3 വേർഡ്സുകളാണ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. That's all about preamble. Thank you. Happy learning.